Hello! Keep this in mind if you are preparing for OET exam. OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഒന്നാമത്തത്, നമ്മുടെ പ്രാക്ടീസ് മെറ്റീരിയൽസ് റെഡി ആയിട്ട് വെക്കണം. എന്തിനാണെന്നറിയോ? നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുന്നത് അയ്യോ ഇന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇല്ല എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, എങ്കിൽ ഇന്ന് ഇപ്പോൾ റീഡിങ്ങിൻ്റെ മെറ്റീരിയൽ ആയില്ലെങ്കിൽ നമ്മൾ ഓക്കെ റീഡിങ് ഇന്ന് പ്രാക്ടീസ് ചെയ്യണം, നാളെ പ്രാക്ടീസ് ചെയ്യാമെന്ന്. ആക്ച്വലി നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നാൾ വന്ന സ്പീഡും കാര്യങ്ങളൊക്കെ പോകും. നമുക്ക് നല്ല സ്പീഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പം എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കിലേക്കുള്ള പ്രാക്ടീസ് മെറ്റീരിയൽസ് എങ്കിലും നമ്മൾ റെഡി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അതിപ്പോൾ റീഡിങ് തന്നെ ഇല്ല, ലിസ്ണിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും എല്ലാത്തിൻ്റെയും മെറ്റീരിയൽസ് റെഡി ആയിട്ട് വെച്ചിരിക്കണം. പിന്നെ നമുക്ക് PDF ഫോമാറ്റിലൊക്കെ നമുക്ക് OETയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലും പിന്നെ അല്ലാതെ നമുക്ക് PDF ഒക്കെ ആയിട്ട് കിട്ടത്തില്ലേ മെറ്റീരിയൽസ്. ഈ PDF നമ്മൾ ഫോണിലോ ലാപ്പിലോ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കീവേഡ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് നമുക്ക് നോക്കി അങ്ങനെ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പം എക്സാം എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ ഈ PDF ഒക്കെ ആയിട്ടാണെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസ് മെറ്റീരിയൽ വെളിയിൽ വാങ്ങിക്കാനൊക്കെ കിട്ടും, അത് വാങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുറേ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കീവേഡ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ കാര്യങ്ങളൊക്കെ റബ്ബ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഇതേ മെറ്റീരിയൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊക്കെ റബ്ബ് ചെയ്ത് അപ്പോൾ റബ്ബ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ടൈം ടേബിളിൻ്റെ കാര്യമാണ്. നമ്മൾ എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഏതാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഒരു ടഫ്, പിന്നെ ഈസി ആയിട്ടുള്ളത്, പിന്നെ ഒരു ടഫ് ആയിട്ടുള്ളത്, പിന്നെ ഒരു ഈസി ആയിട്ടുള്ളത്, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് കണ്ടിന്യൂസ്ലി ടഫായിട്ടുള്ള മൊഡ്യൂൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കര ബോറടിക്കും അല്ലേ, നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല. കുറച്ചങ്ങോട്ട് ഇപ്പോൾ റീഡിങ്ങിൻ്റെ ആണെങ്കിലും റീഡിങ് പാർട്ട് സി ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നാമതേ പ്രാന്താകും. അതിൻ്റെ കൂടെ തന്നെ ലിസ്ണിംഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ ലിസ്ണിങ്ങിൻ്റെ പാർട്ട് സി ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അക്കാഡമിയിലൊക്കെ പോയി ട്രെയിനിങ് അല്ലെങ്കിൽ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരത്തില്ലേ, വരുന്ന സമയത്ത് നമ്മളൊന്ന് ഫ്രഷായി ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂൾ ഏതാണോ, ഇപ്പോൾ റീഡിംഗ് ആകാം ലിസ്ണിംഗ് ആകാം, ഏത് മൊഡ്യൂളാണോ ഏറ്റവും ടഫ് അത് ആദ്യം പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ലിസണിങ് ആൻഡ് റീഡിംഗ് ആയിരുന്നു കുറച്ച് ടഫ്. റൈറ്റിംഗ് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഏതാ ചെയ്യുന്നത് വെച്ചാൽ റീഡിംഗ് ചെയ്യുമായിരുന്നു. റീഡിംഗ് ചെയ്തിട്ട് പിന്നെ ഞാൻ സ്പീക്കിംഗ് ചെയ്യുമായിരുന്നു. പിന്നെയാണ് ഞാൻ ലിസ്ണിംഗ് ചെയ്യുന്നത്, പിന്നെ റൈറ്റിംഗ് ചെയ്യും. അപ്പം ടഫ് ഈസി അങ്ങനെ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് അധികം ബോറടിക്കത്തില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ ലിസണിങ്ങിനാണെങ്കിലും റീഡിങ്ങിനാണെങ്കിലും നമുക്ക് നല്ലൊരു ലാംഗ്വേജ് വേണം. കാരണം നമുക്ക് പല കാര്യങ്ങളും വായിച്ചാൽ മനസ്സിലാവണം. സ്പീക്കിങ്ങിനാണെങ്കിൽ നല്ലപോലെ സംസാരിക്കണം, നമ്മൾ ഫ്ലുവൻ്റ് ആയിരിക്കണം. സോ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, ലിസണിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് പോഡ്കാസ്റ്റ് കേൾക്കാം, ഇംഗ്ലീഷ് സ്റ്റോറീസ് ലിസൺ ചെയ്യാം, ഇംഗ്ലീഷ് മൂവീസ്, പല ആക്സെൻറ്റുകളുള്ള മൂവീസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ സബ് ടൈറ്റിൽ ഇടുന്നത് തൽക്കാലം അവോയ്ഡ് ചെയ്തിട്ട് അല്ലാതെ കേൾക്കാം. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മാത്രം നമ്മൾ ആ സബ് ടൈറ്റിൽ ഒന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലിസണിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. റീഡിംഗ് ഇമ്പ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലോ റീഡിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാം. പിന്നെ നമ്മൾ റീഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണല്ലോ, പാർട്ട് എയും പാർട്ട് സിയും ഒക്കെ ഇഷ്ടം പോലെ വായിക്കാൻ നമുക്കുണ്ട്, നമുക്ക് അത് വായിക്കാം. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ബുക്സ് വായിക്കാം, സ്റ്റോറി ബുക്സ് ഒക്കെ അവൈലബിൾ ആണല്ലോ, അത് വായിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ പിന്നെ റീഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ചെയ്താൽ നമുക്ക് റീഡിംഗ് ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാം? റൈറ്റിംഗിൽ നമുക്ക് ലെറ്റർ ആണല്ലോ മെയിൻലി എഴുതേണ്ടത്. നമ്മൾ ലെറ്റർ അങ്ങ് എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി അക്കാഡമിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ നമ്മളെ സെറ്റ് ചെയ്തോളും, ലെറ്റർ ഒക്കെ എഴുതി അടിപൊളിയാക്കിക്കോളും. സോ അതിൻ്റെ കാര്യം അത്ര വറീഡ് ആവണ്ട. അവർ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് വീട്ടിൽ വന്ന് നോക്കുക. നിങ്ങളുടെ മിസ്റ്റേക്ക് എന്തായിരുന്നു, ആ മിസ്റ്റേക്ക് കറക്റ്റ്ലി എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, നമ്മളത് മറന്നു പോകത്തില്ല. റൈറ്റിംഗ് നിങ്ങൾക്ക് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് സ്പീക്കിംഗ് ആണ്. സ്പീക്കിങ്ങിന് മിറർ ടെക്നിക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മിററിൽ നോക്കി സംസാരിക്കുക. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു തോട്ട്, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് തന്നെ നമ്മളോട് സംസാരിക്കില്ല, ഒരാൾ വേണമെന്നൊന്നുമില്ല, നമുക്ക് തന്നെ അതേപ്പറ്റി സംസാരിക്കും. നമ്മൾ പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ചിടത്ത് പോസ് വരാം, മിസ്റ്റേക്സ് വരാം, നമ്മൾ വേർഡ് സെർച്ച് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ സെർച്ച് ചെയ്യാം. നമ്മുടെ ഫോണുണ്ട്, ഗൂഗിൾ ഉണ്ട്, നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഇതിന് എന്താണ് പറയേണ്ടതെന്നുള്ളത്. സോ നമ്മൾ തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മളത് റെഡി ആക്കുകയാണെങ്കിൽ നമ്മൾ ആ കാര്യം പിന്നീട് മറന്നു പോകത്തില്ല. പിന്നെ മിററിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് തന്നെ കാണാം നമ്മൾ എന്താണ് പറയുന്നത്, നമ്മുടെ ഗെസ്റ്റേഴ്സ് എങ്ങനെയാണ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തന്നെ കാണാം. നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ ചിലപ്പോൾ ഭയങ്കര വേർഡായിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരിക്കും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
മിറർ പ്രാക്ടീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ OET തന്നെ പഠിക്കുന്ന വേറെ ഫ്രണ്ട്സ് കാണുമല്ലോ, അവരോട് നിങ്ങൾക്ക് ഈ റോൾ പ്ലേ കാർഡ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റോൾ പ്ലേ കാർഡ് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരോട് ഒരാൾ നഴ്സ് സൈഡ് ചെയ്യാം, ഒരാൾ പേഷ്യൻ്റ് സൈഡ് ചെയ്യാം. പിന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് പേഷ്യൻ്റ് സൈഡ് ചെയ്തിട്ട് അവർക്ക് നഴ്സ് സൈഡും കൊടുക്കാം. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണെങ്കിൽ 2 പേർക്കും, നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ ആരാണെങ്കിലും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പുറത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നമ്മളെക്കാട്ടി കുറച്ചുകൂടി നല്ലപോലെ സംസാരിക്കുന്ന ആൾക്കാരോട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെക്കുറിച്ച് കുറച്ച് അത്ര അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അറിയാമെന്ന് വെച്ചിട്ട് നമുക്ക് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ പോകുന്നില്ല. സോ നമ്മളെക്കാരിൽ കുറച്ചുകൂടെ അറിവുള്ള ആൾക്കാരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്ന് വെച്ചിട്ട് അറിയാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യരുതെന്നൊന്നും അല്ല കേട്ടോ, അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം, അവരെയും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഐ എം ഷാരിക ഫ്രം ടീച്ചേഴ്സ് അക്കാഡമി. ബൈ.